സമയം അങ്ങനെ 7:17 കേട്ടോ. നല്ല വെയിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ കുളിച്ചൊക്കെ റെഡിയായി, ഡ്രസ്സെല്ലാം മാറി, നമ്മുടെ ടെൻറ്റും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ 2 ദിവസത്തെ ഇവിടുത്തെ ഒരു ക്യാമ്പിങ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും. ഏതായാലും അയ്യോട് നന്ദിയൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മളെല്ലാം സെറ്റാക്കി. ഇനിയിപ്പോൾ ഇറങ്ങിയാൽ മതി. 7-7:30 അടുത്തായിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. കാര്യം നമ്മൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തല്ലേ, നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാനൊക്കെ സാധിച്ചല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും അയ്യോട് നന്ദിയൊക്കെ പറഞ്ഞ് ചെറിയൊരു ദക്ഷിണ കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഉള്ളൂ. എല്ലാം പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 2 ദിവസം ക്യാമ്പ് ചെയ്ത സ്പോട്ട് എന്ന് പറയുന്നത്. മാരിയമ്മൻ കോവിൽ, തിരുനെൽവേലിയിൽ നിന്ന് തൂത്തുക്കുടി പോകുന്ന റോഡാണ് ഇത്. ഹൈവേ ആണ്, ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഈ ഒരു ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹൈവേ ആണ്. അതായത് തൂത്തുക്കുടി തിരുച്ചെണ്ടൂരൊക്കെ പോകുന്ന, തിരുനെൽവേലിയിൽ നിന്നും അതുപോലെ തന്നെ തെങ്കാശിയിൽ നിന്നൊക്കെ പോകുന്ന ഒരു മെയിൻ ഹൈവേ ആണ്. രാത്രി 24 hours ഫുള്ള് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഇവിടെ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് വേറൊന്നുമല്ല, ഈ ഒരു 40 വർഷമായിട്ട് നടത്തുന്ന ഒരു മാരിയമ്മൻ കോവിലാണ്. സ്വന്തമായിട്ട് അയ്യയും പുള്ളിയുടെ മകനോടെയാണ് നടത്തുന്നത് കേട്ടോ. അപ്പം ഇതിനിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, മണ്ണടിച്ചേക്കുന്നത് കണ്ടില്ലേ, ഈ മണ്ണടിച്ചിങ്ങനെ ഹൈറ്റ് പൊക്കിക്കുന്നുണ്ടോ, മതിൽ പോലെ. ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങ് വരെ ഉണ്ട് മതിൽ പോലെ. നോക്കിയത് അങ്ങ് വരെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്വയർ ടൈപ്പ് ഇതുണ്ട്, അങ്ങോട്ട് നോക്കി ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, വെയിലായതുകൊണ്ടാണ് കറക്റ്റായിട്ട് കാണാത്തത്, എന്നാലും കാണാൻ പറ്റും. അപ്പം ആ ഒരു ഇങ്ങനെ മണ്ണടിച്ച് നോക്കി, ഈ ഒരു സൈഡിൽ നോക്കിയാണ്ടോ, കണ്ടോ, നമുക്കറിയാൻ പറ്റും നോക്കിയാൽ. അപ്പം ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ഇത് അങ്ങ് കോർണർ വരെ അടിച്ചിട്ടുണ്ട്. അപ്പം അവിടെ വരെ എല്ലാം പണിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ സൈഡ് ഫുള്ള് മണ്ണടിച്ച് മതിൽ പോലെ ആക്കിയിരിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വലിയ കുളം പണിയാനായിട്ട് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ മാത്രം പണി അങ്ങ് പെൻഡിങ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാരിയമ്മൻ കോവിൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇനി കുളം പണിത് വരുമ്പോഴത്തേക്കും ഈ കോവിൽ പോകും. അപ്പോൾ കോവിൽ പോകാതിരിക്കാനാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, ഒരു സാഡ് സ്റ്റോറി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ വരുമ്പോഴത്തേക്കും മാരിയമ്മൻ കോവിൽ വലിയൊരു കോവിലായിട്ടിരിക്കട്ടെ. ഈ കോവിൽ ഒഴിവാക്കിയിട്ട് ഇവർ കുളം പണിതുന്നതുകൊണ്ട് എനിക്ക് വേറെ നമുക്കൊരു പ്രശ്നം തോന്നുന്നില്ല കേട്ടോ. കാര്യം അത് അതിൻ്റെ ഒരു ഭംഗിക്ക് തന്നെ അങ്ങനെ ഒരു ക്ഷേത്രമൊക്കെ കുത്തിപ്പൊളിച്ചെടുത്തിട്ട് പിന്നെ അവിടെ കുളം പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുളം കൊണ്ട് വേറെ പ്രയോജനം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും 10-40 വർഷം പഴക്കമുള്ള മുരുകനും വിനായകനും അതുപോലെ തന്നെ മാരിയമ്മനും അങ്ങനെ ഒരുപാട് മൂർത്തികളുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. എനിക്കിങ്ങനെ ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിംഗ് സ്പോട്ട് തന്നെ എനിക്ക് കിട്ടുന്നത്. മുരുകൻ്റെ അനുഗ്രഹത്തിൽ അത് ഇതിലും നന്നായി 2 ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്കും ഒരു ബിഗ് കോവിലായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കുളം എന്താകുമോ എന്തോ നമുക്കറിയില്ല. അതൊരു വല്ലാത്തൊരു സ്റ്റോറിയാണ്. കേട്ടപ്പോൾ തന്നെ നമുക്ക് സങ്കടം വന്നു. അയ്യാ പറഞ്ഞത് അങ്ങനെ പൊളിച്ച് കളയല്ലെന്നൊക്കെയാണ് പറയുന്നത്. അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇവിടം വരെ പണി വന്നിട്ട് നിർത്തി കളഞ്ഞു കേട്ടോ. പിന്നെ മണ്ണെല്ലാം കൊണ്ടൊന്ന് ഇങ്ങനെ ഇട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഈ ക്ഷേത്രം ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ വെച്ച് പണി നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ചിലപ്പോൾ ഒന്ന് മാറ്റാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമായിരിക്കും. എന്തായാലും ക്ഷേത്രത്തിന് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വലിയ കുളമാണോ, വലിയൊരു കോവിലുണ്ടാവുമോ ഒന്നും നമുക്കറിയില്ല. ഏതായാലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഒരുപാട് നന്ദിയുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ചെറിയൊരു വിഷമം കൂടെ ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും. ഇത് നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ളൊരു പേടിയും ഒരു സങ്കടം കൂടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമുണ്ട് കേട്ടോ. നമുക്ക് പരിചയമില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് നമ്മൾ ഇത്ര അടുക്കുകയും അതുപോലെ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഒരു സംഭവം. നമുക്കറിയാം. ഏതായാലും ഇറങ്ങാൻ തുടങ്ങണം. നമ്മൾ ചെറിയൊരു ദക്ഷിണ കരുതിയിട്ടുണ്ട്. അയ്യോ കൊടുക്കുന്നുണ്ട്. ചെരുപ്പൊക്കെ ഊരിട്ട് വേണം കയറാനായിട്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ പറഞ്ഞിട്ട് പോവാം. ഒരു ദക്ഷിണ കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. എല്ലാം സെറ്റ്. ചെറിയൊരു വിഷമമുണ്ട് അത് ഇറങ്ങുമ്പോഴത്തേക്കും. നമ്മൾ ഇറങ്ങാൻ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു സങ്കടം, ഒരു വിഷമം. അപ്പോൾ ഇനി വരുമ്പോൾ അത് പെരിയ കോവിലാവട്ടോ. ആവട്ടോ. കണ്ടിപ്പാ വരുവേ. 2 ദിവസം നിമ്മതിയാ തൂങ്ങിയതില്ലയാ, മാരിയമ്മ അന്നം കൊടുത്തതില്ലയാ, അത് തന്നെ പെരുസ്. ரொம்ப നന്ദി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല വിഷമമായിട്ട് എനിക്ക് സങ്കടം വന്നു കേട്ടോ. കാര്യം 2 ദിവസം അവരോട് നമ്മൾ ഒരുപാടൊന്നും കുറച്ച് നേരം സംസാരിച്ചുള്ളൂ. എന്നാലും ഒരു വല്ലാത്തൊരു അടുപ്പം അവരോട് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു PWD വർക്കാണെന്നാണ് പറഞ്ഞത്. ആ ഒരു കുളത്തിൻ്റെ അവിടെ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ വ്യവസായം നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിർത്തിപ്പോയെന്നാണ് പറഞ്ഞത്. ഏതായാലും വല്ലാത്തൊരു സങ്കടമുണ്ട്. 2 ദിവസം താമസിച്ചിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം ഇവിടുന്ന് പോകുമ്പോൾ.
ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് തെങ്കാശിക്ക് പോകാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ്, കുറേ ആളുകളെയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ മിങ്കിൾ ചെയ്ത് പോകും. പെട്ടെന്ന് വിട്ടു പോകുമ്പോൾ ഒരു സങ്കടം. ഇനി വരുമ്പോൾ ഇനിയും കാണാം. വീണ്ടും നമ്മൾ യാത്രകൾ തുടരുന്നു. ഇവിടെ എല്ലാം HP-യുടെയും ഇന്ത്യൻ ഓയിലിൻ്റെയും പമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരു 4 കിലോമീറ്റർ നോക്കിയാണ് നയാര പമ്പ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ നല്ല പെട്രോളല്ലേ, അപ്പോൾ അത് ഞാൻ അങ്ങ് അടിച്ച് ടൈറ്റാക്കി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ 101 രൂപയുള്ളൂ. നമ്മുടെ ഇവിടെ നിന്ന് വില കുറവാണ്, 6 രൂപ കുറവാണ്. ഇതാണ് താമരഭരണി റിവർ. ഞാൻ കാണിച്ചു തരാം. വെള്ളമൊന്നുമില്ല, വരണ്ട് കിടക്കണം കേട്ടോ. അവിടെ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്ന ഏറ്റവും വലിയൊരു റിവറാണ് കേട്ടോ. വലിയൊരു റിവറാണ്. നമ്മുടെ ഭാരതപ്പുഴയൊക്കെ പോലെ തന്നെ തമിഴ്നാടിൻ്റെ ഏറ്റവും മേജർ റിവറുകളിലൊന്നാണ് താമരഭരണി. എനിക്ക് തോന്നുന്നു മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വരുന്നത് ഇതിലൂടെ തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല, കാരണം വെള്ളം ഒഴുകുന്നുണ്ട്, ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുള്ളൂ കേട്ടോ. തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞൊഴുകുമായിരിക്കണം. ഏതായാലും താമരഭരണി കണ്ടു. നമ്മളിവിടെ നിന്ന് തെങ്കാശിയിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഒരു ബസ്സിൻ്റെ ഒരു അവസ്ഥ കണ്ടോ, മൊത്തം പൊടി പിടിച്ച്. ഇവിടുത്തെ ഗവൺമെൻറ് വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എനിക്കറിയില്ല. തമിഴ്നാടിൻ്റെ RTC ബസ്സാണെന്ന് തോന്നുന്നു. നല്ല പൊടി അഴുക്കും ഒക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ തിരുനെൽവേലിയിൽ ഞാൻ പറഞ്ഞല്ലോ നയാര പെട്രോൾ അടിക്കാനായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഒന്ന് കറങ്ങി, അപ്പോൾ അത് കുറച്ചുള്ളിലേക്ക് മാറിയിട്ടാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ തെങ്കാശിക്ക് പോകണം. 52 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് തെങ്കാശിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ കംപ്ലീറ്റ് ഹൈവേ ആണ്. അപ്പോൾ പരമാവധി നേരത്തെ വിട്ട് പോകണം. കാര്യം നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഉച്ച സമയത്തും കൂടെ ആയിരുന്നു. നല്ലതായിട്ട് ടയർഡായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് വലിയ കുഴപ്പമില്ല, രാവിലെയാണ്. നമുക്ക് ഏതായാലും ഒരു 12 മണിക്കുള്ളിൽ അവിടെ ചെല്ലാൻ പറ്റും. 2-2.5 മണിക്കൂർ മതിയാവും. 52 കിലോമീറ്റർ ആണെങ്കിലും നമുക്ക് ഇടയ്ക്ക് നിർത്താൻ പോലുള്ള സ്ഥലമില്ല. അതുപോലെ ഒരു മരങ്ങൾ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം. അത്രയും ഒരു വെയിലുള്ളൊരു ഏരിയയാണ്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല ചൂടും കൂടെ ഉണ്ട്. ക്ലൈമറ്റ്. അപ്പം നമ്മൾ തെങ്കാശിക്കുള്ള മെയിൻ റോഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ വില്ലേജുകളാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ രാവിലെ സ്കൂളിൽ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളൊക്കെ. ഇവിടെ തിരുനെൽവേലിയിൽ തന്നെയാണ്, തിരുനെൽവേലി ടൗണിൽ തന്നെയാണ് നെല്ലയ്യപ്പാർ കോവിൽ എന്ന് പറയുന്ന ഒരു കോവിലുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോവിലാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു കടയുണ്ട്, ഇരുട്ട് കട എന്നാണ് പേര്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ തിരുനെൽവേലി ഹൽവ വിൽക്കുന്ന കടയാണ്. രാത്രി മാത്രമാണ് ആ കട ഓപ്പൺ ആയിട്ടുള്ളത്. ഇരുട്ട് കട എന്ന് പറയുന്നത്. അത് രാത്രി മാത്രമാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. അതൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ ആ ഒരു വില്ലേജിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് മെയിൻ റോഡ് കയറിയിട്ട് വേണം നമുക്ക് വിട്ട് പോകാനായിട്ട്. ഈ ഒരു ഭാഗം എല്ലാം റോഡ് നല്ല പൊട്ടിപ്പൊളിഞ്ഞൊക്കെ തന്നെ കിടക്കുവാണ് കേട്ടോ. നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ ഹൈവേ ആണ്, സ്ട്രെയിറ്റ് വിട്ട് പോകാം. ഒരു ഭാഗത്തെല്ലാം റോഡെല്ലാം പൊളിഞ്ഞ് കിടക്കുവാണ്. തിരുനെൽവേലി ടൗണിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന മെയിൻ റോഡിലോട്ട് കിടക്കണം. ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ നല്ല റഷാണ്. നമുക്ക് സേഫ്റ്റി അത്ര, നമ്മുടെ സേഫ്റ്റി നോക്കിക്കോണം. എവിടെ നിന്ന് എപ്പോൾ വന്ന് എങ്ങനെ കയറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതുപോലെ വെട്ടിച്ചിൽ പോലെയുള്ള അങ്ങനെയൊക്കെയാണ്. എവിടെ നിന്ന് എപ്പോൾ വന്ന് എങ്ങനെ കയറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വണ്ടി വരുന്നുണ്ടോ, ആർക്കും ഹെൽമെറ്റും കാര്യങ്ങളൊന്നും നല്ല പൊടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു മാസ്ക് വാങ്ങിച്ചു വെക്കേണ്ടതായിട്ട്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര എന്താ പറയുക, ഡ്രൈവിങ്ങിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഇത് കിട്ടുന്ന ഗ്യാപ്പിലൂടെ വിട്ടു പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ സ്പീഡും നല്ല സ്പീഡാണ് കേട്ടോ. നമ്മുടെ നോർമൽ റോഡിൽ ഓടുമ്പോൾ പോലെയല്ല, ഇവിടെ നല്ല സ്പീഡിലാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത് കേട്ടോ. പോകുന്നു ഹൈവേയിലോട്ട് കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിവൈഡർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ഭയങ്കര സ്പീഡാണെന്നേ. ഇവിടുന്ന് തെങ്കാശിക്ക് 47 കിലോമീറ്റർ, കുട്ടനാലത്തിന് 52 കിലോമീറ്റർ, പിന്നെ പാവൂർ ചട്ടം അത് വേറെ റൂട്ട് 40 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടും ഇങ്ങനെ ഇതുണ്ടോ, ഇതുപോലെ ഡിവൈഡർ വെച്ചിട്ടുണ്ട് ഹൈവേയിൽ. കാരണം ഇതിനി അങ്ങ് വരെ, ഇനി തെങ്കാശി വരെ ഇത്രയും വലിയ ഹൈവേ ആണ്. ഇവിടെ ഇത്രയും ഭാഗത്ത് മാത്രം കുറേ മരങ്ങൾ കണ്ടു കേട്ടോ. എന്ത് മരമാണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു കൃഷിയാണ്, എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താണെന്നുള്ളത്.
അതങ്ങനെ കാണാൻ പറ്റും. റബ്ബറൊന്നുമല്ല, വേറെ എന്തോ ഒരു ചെടിയാണ്, എന്തോ മരമാണ്, വലുതാകുന്ന മരമാണ് കേട്ടോ. പിന്നെ ഉണ്ടോ ഹൈവേ ഇങ്ങനെ നീണ്ടു കിടക്കണം. വെയിൽ കൂടുന്നതിന് ഇപ്പുറം നമുക്ക് തെങ്കാശി പിടിക്കണം. പിന്നെ അങ്ങ് ദൂരെയായിട്ട് കാറ്റാടിപ്പാടങ്ങൾ കാണാം, നിറയെ കാറ്റാടിപ്പാടങ്ങൾ കാണാം. ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടാണ് കേട്ടോ. ഒരു ക്ഷേത്രമാണ്, അതിൽ ഒരാളുടെ രൂപവും അതുപോലെ തന്നെ പശുവിൻ്റെ തലയും ഒരു വാളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെയും ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയില്ല ഇത് ഏതോ അവരുടെ വിശ്വാസം ക്ഷേത്രങ്ങളാണ് കേട്ടോ. നമ്മളങ്ങനെ തെങ്കാശിയിലേക്ക് എത്താനായിട്ടാവുന്നുണ്ട് കേട്ടോ. തെങ്കാശിയിലേക്ക് പോകുന്ന വഴി തന്നെ ഒരു ഹൈവേയിൽ ഞാൻ നിർത്തി. ഹൈവേയുടെ സൈഡിലായിട്ട് ഒരു വില്ലേജിലേക്ക് പോകുന്നൊരു വഴിയുണ്ട് കേട്ടോ. അവിടെ ഞാൻ നിർത്തിയേ. കാര്യം ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കണ്ടില്ല, അടിപൊളിയാണേ. തിരുനെൽവേലിയിലെ ചൂടിൽ നിന്ന് തെങ്കാശിയിലേക്ക് വന്നപ്പോഴത്തേക്കും ക്ലൈമറ്റ് ആകെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുത്ത കാലാവസ്ഥയായിട്ടുണ്ട്. തെങ്കാശി എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു പാലക്കാടിൻ്റെ മറ്റൊരു കോപ്പി വേർഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പാലക്കാട് പോലെ എന്ന് എടുത്തു പറയാനുള്ള കാരണം തന്നെ ഇതാണ്. പശ്ചിമഘട്ട മലനിരയ്ക്ക് താഴെയായിട്ടുള്ള പരന്ന പ്രദേശമായതുകൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയും നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തികൾ തമ്മിൽ പങ്കിടുന്ന ഒരു കോട്ട പോലെയാണ് ഈ ഒരു പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ മലനിരകൾക്ക് താഴെയായിട്ടുള്ള പരന്ന പ്രദേശമാണ് ശരിക്കും തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണും അതിനു പറ്റിയ സാഹചര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരുടെ ജീവിതം പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കൃഷി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും പ്രായമുള്ള ആളുകളാണ് ഇതിലേക്കൊക്കെ ഇറങ്ങുന്നത് അല്ലേ. എന്നാൽ തമിഴ്നാട്ടിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സാണ് കൃഷിയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വ്യവസായം എന്നാണ് ഇവർ കൃഷിക്ക് പറയുന്നത്. ഇവർക്ക് വ്യവസായം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ മണ്ണിൽ പണിയെടുക്കുന്നതിൽ ഇവരുടെ യങ്സ്റ്റേഴ്സിന് യാതൊരു മടിയില്ല എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. കുട്രാലം ടൗൺ പഞ്ചായത്ത് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. കുട്രാലം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്താണ്. വെള്ളച്ചാട്ടത്തിൻ്റെ പേരല്ല, വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളതാണ്. ഞാനപ്പോൾ വിചാരിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ പേരായിരിക്കും. നമ്മുടെ തെങ്കാശിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു സിദ്ധരുടെ ഫോട്ടോയാണ്. എല്ലാം തമിഴിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് തമിഴ് അറിയില്ലല്ലോ. ഇവിടെ എല്ലാ ബോർഡുകളും എപ്പോഴും ഇംഗ്ലീഷിൽ അല്ല തമിഴിലായിരിക്കും. മെയിനായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും തമിഴിലായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾഡ് കുട്രാലം 7 കിലോമീറ്റർ, മെയിൻ ഫോൾസ് 2 കിലോമീറ്റർ. കിടിലൻ ഒരു ജംഗ്ഷൻ കാണിച്ചു തരാം കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. വിഷ്വലി ബ്യൂട്ടിഫുൾ, സൂപ്പർ. തെങ്കാശിയുടെ ഗ്രാമപ്രദേശങ്ങളുടെ സൗന്ദര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മളുടെ കൊല്ലം പുനലൂരിൽ നിന്നും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തെങ്കാശിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ സഞ്ചാരികൾ നമ്മുടെ ഈ ഒരു തെങ്കാശി കാണാനായിട്ട് ദിനം പ്രതി വരുന്നുണ്ട് കേട്ടോ. നമ്മളുടെ തൊട്ടടുത്ത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ പോയി കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയല്ലേ. അപ്പോൾ അടുത്ത നിങ്ങളുടെ ട്രിപ്പിൽ എന്തായാലും തമിഴ്നാട്ടിലെ തെങ്കാശിയും അതിൻ്റെ ഗ്രാമഭംഗികളൊക്കെ ആസ്വദിക്കാൻ എന്തായാലും പോകണം കേട്ടോ. ഏതായാലും തിരുനെൽവേലിയിലെ മാരിയമ്മൻ കോവിലിൽ നിന്ന് രാവിലെ ടാറ്റ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വേദനയോട് കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം ഇനി എന്തെങ്കിലും ഞാൻ തിരിച്ച് വരുമ്പോൾ ആ കോവിലവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു സങ്കടത്തോടു കൂടിയാണ് ശരിക്കും ഞാൻ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് പോകുന്നത്. എന്നാൽ തെങ്കാശിയിൽ വന്ന് ഈ ഗ്രാമഭംഗിയും ഇവിടുത്തെ വില്ലേജിൻ്റെ കാഴ്ചകളും എന്നെ വേറൊരു ലോകത്തേക്ക് കൊണ്ടെത്തിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ യാത്രകൾ ശരിക്കും ഇങ്ങനെയാണ്. നമ്മൾ തുടങ്ങുന്നിടത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറുമ്പോൾ ആ ഒരു സ്ഥലത്തുള്ള വൈബും ആ ഒരു കാഴ്ചകളും നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളും യാത്രകൾ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.